സന്ദീപ്, നമ്മൾ തുടങ്ങിയിടത്ത് നിന്ന് ഒരല്പം മുന്നോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ശ്രീ ഒ അബ്ദുള്ള പറയുന്നു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ജമാഅത്തുകാരെ ഒക്കെ പിടിച്ച് തൂക്കിലേറ്റുകയോ തുറങ്കിലടക്കുകയോ ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ. ശ്രീ അഹമ്മദ് പറഞ്ഞതും അങ്ങ് തുടങ്ങി വെച്ചതിലേക്കാണ് അഹമ്മദ് സാർ കൊണ്ടുപോകുന്നത്. ഇതാരാണ് ചരട് വലിക്കുന്നത്? ഒന്ന്. രണ്ട്, ഇവർക്കൊരു രാഷ്ട്രസങ്കല്പം എന്നുള്ളത് ഇല്ല. മൂന്ന്, ഇനി രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക രാഷ്ട്രമാവണം. ഖലിഫേറ്റ് എന്നുള്ള ആശയത്തിലേക്കാണോ ഇവർ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നത് തന്നെ ഖലിഫേറ്റ് എന്ന് പറയുന്ന ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. അത് തുർക്കിയിൽ നിന്നാണ് തുടങ്ങുന്നത്. സുൽത്താൻ അഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ, അബ്ദുൽ ഹമീദിൻ്റെ കാലഘട്ടത്തിലാണ് അത് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അജണ്ട, ഈ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ അജണ്ട തുർക്കിഷ് ഇൻ്റലിജൻസ് ആദ്യം ഇതിനെ സ്പോൺസർ ചെയ്തിരുന്നത് തുർക്കിഷ് ഇൻ്റലിജൻസ് ആയിരുന്നു. ഇന്ത്യയിലടക്കം തുർക്കിഷ് ഇൻ്റലിജൻസ് ഏജൻസീസ് ഇതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജർമ്മൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ ഇസ്ലാം, ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാം പൂർവ്വരൂപമായിട്ടുള്ള ബ്രദർഹുഡ് ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. ജർമ്മൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഇൻ്റർവെൻഷനെ തുടർന്നാണ്. അതിൻ്റെ ആ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ചട്ടുകമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾക്ക് അവർ നേതൃത്വം കൊടുത്തു. ജൂയിഷ് കൂട്ടക്കൊലകൾ നമുക്കറിയാം. തുർക്കിയിൽ തുർക്കി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അർമേനിയൻ വംശഹത്യ നമുക്കറിയാം. അതിനുശേഷം പിന്നീട് ബാക്കു കോൺഫറൻസിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ ചട്ടുകമായിട്ട് മാറിക്കൊണ്ട് ഈ രാഷ്ട്രീയ ഇസ്ലാം ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കൂട്ടക്കൊലകളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇവരെല്ലാ കാലത്തും പ്രധാനപ്പെട്ട സാമ്രാജ്യത്വ ശക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളാണ്. ഇവർക്കൊരു ട്രാൻസ്നാഷണൽ ആയിട്ടുള്ള ഫോം ഉണ്ട്. ഈജിപ്തിൽ ഇവർ ബ്രദർഹുഡ് ആണ്, ഗാസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ ഇവർ ഹമാസ് ആണ്, അല്ലെങ്കിൽ ഇറാനിൽ ഇവർ റവല്യൂഷണറി ഗാർഡ്സ് ആണ്, ലെബനനിൽ ഇവർക്ക് മറ്റൊരു ഇതുണ്ട്, പാകിസ്ഥാനിൽ ഇവർക്ക് വേറൊരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ശ്രീലങ്കയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി എല്ലാം തന്നെ ഈ ബ്രദർഹുഡ് പോളിറ്റിക്സിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇവരിൽ നിന്ന് തന്നെയാണ് ഈ PFI പോലെയുള്ള സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവരെല്ലാവരും ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു ഇസ്ലാമിക ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കാലിഫേറ്റ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇവർ ജനാധിപത്യത്തിനെതിരാണ്, ഇവർ ഫ്രീ സ്പീച്ചിനെതിരാണ്. പക്ഷേ ഇവർ പറയുന്നത് ഇവർ ജനാധിപത്യവാദികളാണെന്നും ഫ്രീ സ്പീച്ചിന്റെ ആളുകളുമാണെന്നാണ് പറയുന്നത്. ഇവർ ജസിയയ്ക്ക് എതിരാണെന്ന് പറയുന്നു. പക്ഷേ ജസിയ നടപ്പാക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ബംഗ്ലാദേശിൽ ജസിയെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ജസിയെ പിരിക്കുന്നു. ജസിയ എന്നുള്ള പേരിലല്ല, പക്ഷേ ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആരാധന നടത്തണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്ന അവസ്ഥ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് അതിനെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിട്ടിക്കൽ തിയറിയുടെയും ചൈനയുടെയും എല്ലാം സപ്പോർട്ടോട് കൂടിയിട്ട് ഇവിടെ പ്രൊപ്പഗൻഡ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ത്യയിലും കേരളത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് കാണാം. അവരുടെ ഇന്റർനാഷണൽ ഇതിലുള്ള അലൈൻമെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ മാവോയിസ്റ്റുകളും ജമാഅത്തെ ഇസ്ലാമി എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന പ്രൊപ്പഗൻഡ എന്താണെന്ന് നമുക്കറിയാം. ഏത് തരത്തിലാണ് ഇവർ സത്യത്തെ മറച്ചു വെക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിലടക്കം പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒന്നും ബംഗ്ലാദേശിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല. ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കലകളെ കുറിച്ച്, വംശഹത്യയെക്കുറിച്ച് ഒരക്ഷരം പോലും വിടുന്നില്ല. പക്ഷെ ഗാസയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു, ഫുൾ കോളം ന്യൂസ് വരുന്നു, അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ടും കേരളത്തിലെ അടക്കം മാധ്യമങ്ങളുടെ അജണ്ടകൾ തീരുമാനിക്കുന്ന ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ അൾട്രാ ലെഫ്റ്റ് ഓർഗനൈസേഷൻസുമാണെന്ന് നമുക്കറിയാം. ഇവരുടെ എല്ലാം അജണ്ടകൾ തീരുമാനിക്കുന്ന ചൈനയെ പോലുള്ള രാജ്യങ്ങളും അവരുടെ ഇന്റലിജൻസ് ഏജൻസീസുമാണ് എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്.